ക്രിസ്തുവിന് വേണ്ടി ധീരമായി ജീവിതം സമർപ്പിച്ച ആയിരക്കണക്കിന് സമർപ്പിതരുടെ കഥ പറയുന്ന സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഗുഡ്നസ് ടിവിയുടെ ഈ സംവാദവേദിയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വിശുദ്ധ തോമാസ് ലീഹായുടെ സുവിശേഷ പാരമ്പര്യം സ്വന്തം സന്യാസ സമൂഹത്തിന്റെ കാര്യസ്ഥമായി പകർത്തിയെഴുതിയ മനോഹരമായ ഒരു സന്യാസ സഭയുണ്ട് കേരള കത്തോലിക്ക സഭയിൽ. ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് തോമസ് DST സന്യാസിനി സമൂഹം. ഭരണജ്ഞാനത് വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തോടടുത്ത് സ്ഥാപക ഭവനം സ്ഥിതി ചെയ്യുന്ന സന്യാസ സമൂഹത്തിൽ നിന്ന് ഗായികയായ ഒരു സന്യാസിനിയാണ് ആദ്യമായി ഇന്ന് സ്നേഹം സഹനം സന്യാസം എന്ന ഗുഡ്നസ് ടിവിയുടെ മനോഹരമായ പരിപാടിയിൽ പങ്കുചേരുന്നത്. സിസ്റ്റർ ആശ DST. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സിസ്റ്റർ ആശ. യേശുവിൻ്റെ ഉത്ഥാനമാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസഘോഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്ന സന്യാസിനി സമൂഹമാണ് സിസ്റ്റർ ആശയുടേത്. ഈ ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ സിദ്ധിയും ചൈതന്യവും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് മാത്രമല്ല, പ്രത്യാശ നഷ്ടപ്പെട്ട ആയിരങ്ങൾക്ക് ആശയാണ്. സ്നേഹത്തോടുകൂടി നമുക്ക് പ്രിയമുള്ള സഹോദരിയെ സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി ഇരിക്കാം. സിസ്റ്റർ ആശ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. സിസ്റ്ററിന്റെ വീട്, നാട് ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഞാൻ സിസ്റ്റർ ആശ പറഞ്ഞതുപോലെ എൻ്റെ സഭ DST സന്യാസിനി സമൂഹമാണ്, ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് തോമസ്. ഞങ്ങളുടെ സ്ഥാപന ഭവൻ എന്ന് പറയുന്നത് അരുവിത്രയാണ്. ഇപ്പോൾ ജനറലായിട്ട് ഭരണജ്ഞാനം പ്രൊവിൻഷ്യൽസ്, ഞങ്ങൾക്ക് 2 പ്രൊവിൻസും ഒരു റീജിയനും ആണുള്ളത്. സാന്തോം പ്രൊവിൻസും ഉജ്ജയിൻ പ്രൊവിൻസും മേഘാലയ റീജിയനും. അപ്പോൾ 1969 ഞങ്ങളുടെ സഭ സ്ഥാപിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപകന്റെ പേര് റെവറൻഡ് ഫാദർ ജേക്കബ് താഴത്തേൽ അച്ഛൻ. താഴത്തലച്ഛനാണ് ഞങ്ങളുടെ സഭാ സ്ഥാപകൻ. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളുടെ ക്യാരിസം എന്ന് പറയുന്നത് ഉത്ഥിതനായ ഈശോയെ അനുഭവിച്ചറിയുക. പ്രാർത്ഥനയിലൂടെ ഉത്ഥിതനായ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ആ ഉത്ഥാന അനുഭവം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈശോയുടെ നാമം കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ അവർക്ക് ഈശോയെ അറിയിച്ചു കൊടുക്കുക, ഈശോയുടെ സ്നേഹവും കരുണയും അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാരിസം. അത് വിവിധ മേഖലകളിൽ കൂടിയാണ്. മിഷനാണ് മെയിനായിട്ടും ഞങ്ങളുടെ പ്രേക്ഷിത മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ മിഷനിലും കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഈശോയുടെ ഈ ഒരു ഉത്ഥാന അനുഭവം പങ്കുവച്ച് നൽകുക എന്നുള്ളതാണ്. ടീച്ചിങ് ഫീൽഡിലൂടെയും പിന്നെ മെഡിക്കൽ ഫീൽഡുണ്ട്, MR സ്കൂളുകളുണ്ട്, അങ്ങനെ പല വിവിധ മേഖലകളിൽ കൂടി ഈശോയെ മറ്റുള്ളവർക്ക്, ലോകം മുഴുവനും ഈശോയുടെ നാമം നൽകുക എന്നുള്ളതാണ് DST സന്യാസിനി സമൂഹത്തിന്റെ ക്യാരിസം എന്ന് പറയുന്നത്. എവിടെയൊക്കെ സിസ്റ്ററിന്റെ കോൺഗ്രിഗേഷൻസ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്? ഞങ്ങൾക്ക് കേരളത്തിനകത്തുണ്ട്, പുറത്തെ സത്തന, ഉജ്ജയിൻ, പിന്നെ വിദേശത്ത് ജർമ്മനി, അമേരിക്ക, ഇറ്റലി, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് മഠമുണ്ട്. അതായത് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ പ്രഘോഷിക്കുക. ഉത്ഥാന ഉത്സവം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്, നിങ്ങളുടെ തന്നെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാക്കി മാറ്റുക, അതിലേക്ക് ഈ ലോകത്തെ മുഴുവൻ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ക്യാരിസം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു നവ സിദ്ധി ഈ ലോകത്തിന് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. തീർച്ചയായും. അത് ഞാൻ എപ്പോഴും ഓർക്കും. ഞങ്ങളുടെ ചാക്കോച്ചനെ ഒത്തിരി സ്നേഹത്തോടെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങൾ ചാക്കോച്ചനെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാപക പിതാവിനെ ജേക്കബ് താഴത്തലച്ഛൻ. അച്ഛൻ്റെ ആ ഒരു ദീർഘവീക്ഷണവും അച്ഛനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ, എൻ്റെ ഇളന്തോട്ടമായിരുന്നു നേരത്തെ ഇടവക, ഇപ്പം മീനച്ചിൽ ഇടവകയാണ്, പാല. അപ്പോൾ ഇളന്തോട്ടത്തിൽ ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് അച്ഛനെ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച്. പക്ഷേ ഈ അച്ഛനാണ് ഈ മഠത്തിന്റെ സ്ഥാപകരെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അച്ഛനെ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ മഠം പണിയാനും ഒക്കെ ആയിട്ട് അച്ഛനവിടെ വന്നായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ അതെ, പാലാ രൂപത വൈദികനാണ്. അപ്പൊ അച്ഛൻ അന്ന് അവിടെ വന്നതൊക്കെ എന്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. ഞാൻ അന്ന് തീരെ കുഞ്ഞായിരുന്നു. മഠത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് കണ്ട അച്ഛനാണ് എന്റെ സഭാ സ്ഥാപകൻ എന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ അച്ഛനോട് സ്ഥാപനത്തിന്റെ ആ ഒരു പശ്ചാത്തലവും അതിന്റെ ഒരു ആവശ്യമൊക്കെ എന്തായിരുന്നു?
അന്ന് അച്ഛൻ, ഞങ്ങളുടെ ചാക്കോച്ചന്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു മിഷനറി കോൺഗ്രിഗേഷൻ, പുറത്തേക്ക് മിഷനിലേക്ക് പോയി അവിടെ ഈശോയെ പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു അച്ഛന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഒരു മിഷനറി കോൺഗ്രിഗേഷൻ സ്ഥാപിതമായത്. 1969 അതെ. അതിനോടൊപ്പം തന്നെയാണ് MST തുടങ്ങിയത്. അതിനു മുൻപ് തന്നെ MST തുടങ്ങിയായിരുന്നു. വ്യത്യസ്ത സിദ്ധികളോടുകൂടി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇനിയും ഇത്തരത്തിലുള്ള പുതിയ സഭകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു സഭയുടെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത് ടീച്ചിങ് ഫീൽഡ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ MR സ്കൂളുണ്ട്. നമ്മുടെ സ്പെഷ്യൽ സ്കൂള് പാലക്കാടും വട്ടപ്പാറ, വളാഞ്ചേരി 2 സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. എന്റെ സ്കൂളുകളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടും നല്ല സ്കൂളുകളാണ്. പാലക്കാട് നിങ്ങളുടെ സ്കൂളിന്റെ സ്ഥലം കയറാടി. സിസ്റ്റർ ജോയ്സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂളാണ്. വളരെ നല്ല ഒരു സ്പെഷ്യൽ സ്കൂളാണ്. സിസ്റ്റർ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ പാലക്കാട് ജില്ലാ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ അധികം ആരും ഏറ്റെടുക്കുക ഒരു വെല്ലുവിളി, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അത്. എല്ലാവർക്കും പറ്റുന്നതല്ല. പക്ഷെ ആ സിസ്റ്റർ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പിന്നെ ഇവിടെ മലപ്പുറത്തെ വട്ടപ്പാറയില് നമ്മുടെ ലിനറ്റമ്മയാണ് അത്. സിൻഡ സിസ്റ്ററും ലിനറ്റമ്മയും കൂടിയാണ്. സിസ്റ്റർ സോണിയാണ് ഇപ്പോൾ. സിൻഡ ഉണ്ടായിരുന്നു, ഇപ്പൊ സിസ്റ്റർ സോണിയാണ്. ഇപ്പൊ സിസ്റ്റർ സോണിയാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്രൈസ്തവ സമൂഹമല്ല. ഈ സേവനത്തിന്റെ ഗുണഭോക്താക്കൾ ഒരു 90% മറ്റേ മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. ആണല്ലേ? അപ്പൊ ലിനറ്റമ്മയുടെ ആ ഒരു സമയത്ത്, തുടങ്ങിയ സമയത്ത്, സ്പെഷ്യൽ സ്കൂളായിട്ട് ആരംഭിക്കുന്ന സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വളരെ വളരെ എനർജിയോടുകൂടിയാണ് ലിനറ്റമ്മയും സിസ്റ്റർ സിൻഡയും അവിടെയുള്ള മറ്റ് അമ്മമാര് കാതറിനമ്മയും മെർലിനമ്മയും ഒക്കെ ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ആ വഴി പോകുമ്പോൾ വളരെ അടുത്ത് പരിചയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു. നല്ല എനർജിയുള്ള, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് DST. അച്ഛന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നല്ലോ വട്ടപ്പാറയെ കുറിച്ച്, അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നു. വട്ടപ്പാറയെ പറ്റി, കാരണം എനിക്ക് ആ സ്പെഷ്യൽ സ്കൂൾ വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഭിന്നശേഷി എന്ന് പറയുന്നതിന് ജാതിഭേദങ്ങളില്ല അല്ലേ? പക്ഷെ ഏത് മതധാരയിലുള്ളവരാണെങ്കിലും അവർ മനുഷ്യരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവരുടെ ഭിന്നമായ ശേഷിയെ ഏകമായ ഈ ഒരു കാര്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് അല്ലേ? അതിന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ഉത്ഥാനം നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ്. അതാണ് നിങ്ങൾ ജാതിഭേദമന്യേ എല്ലാവരോടും മനുഷ്യരാണ് എന്ന കോൺഗ്രിഗേഷന്റെ ഒരു പ്രത്യേകതയാണല്ലേ? സിസ്റ്റർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം വ്യത്യസ്തമായ മിഷനുകളിലൂടെ ഉദ്ധിതനായ ഈശോയെ പകർന്നു കൊടുക്കുകയാണ് അല്ലെ? അതിന് ജാതിഭേദങ്ങളില്ല. അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? that embraces everyone അല്ലേ? എല്ലാവരെയും അത് ആശ്ലേഷിക്കും. സർവാശ്ലേഷിയായ സ്നേഹമാണ്. അവിടെ നമ്മുടെ ക്രിസ്തുവിനെ അറിയുന്ന ഒരാൾക്ക് പിന്നെ ഈ ലോകം മുഴുവൻ സ്വന്തമായി മാറുക. അവിടെ ജാതിഭേദങ്ങളില്ല. അപ്പൊ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്കും വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഉത്ഥാനം ചെയ്ത ഈശോയെ അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് കഴിയും. അപ്പൊ ആ ഒരു ആത്മവിശ്വാസമാണ് ആശയുടെ ഇതും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ മടത്തി വന്നിട്ട് ഇപ്പൊ 12 വർഷമായി. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ സഹോദരിമാരിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഒരു കോൺവെന്റ് ഉണ്ടെങ്കിൽ അവിടെ പല മതവിഭാഗത്തിലുള്ളവർ കാണാം. പക്ഷെ ഒന്നും വ്യത്യാസമില്ലാണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന എൻ്റെ സിസ്റ്റേഴ്സിനെയാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതൊരു മാതൃക എനിക്ക് ശരിക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പം എനിക്കും അതുപോലെ പോകുവാനായിട്ടുള്ള ഒരു പ്രേരണ അവരിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. കാരണം ഉദ്ധിതനായ ഈശോയ്ക്ക് ഈ പറയുന്ന ഒരു വിഭാഗീയതയില്ലല്ലോ. ഇല്ല, എല്ലാവരെയും റോബിയച്ചൻ പറഞ്ഞ പോലെ ആ ഉയർപ്പിന്റെ ഒരു കൃപ എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ കാര്യസം ചാക്കോച്ചൻ ഒരുപക്ഷെ അർത്ഥപൂർണമായിട്ട് പിന്നെ അവതരിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങളിലൂടെ അത് ഇനിയും എല്ലായിടത്തും എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതായത് ഇങ്ങനെ വരുന്ന ഒരു കുടുംബത്തിൽ, ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? ആ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്നു. അവരുടെ തന്നെ ജീവിതത്തിന്റെ
ഒരു മൊത്തം അല്ലെ ഇരുള് അടഞ്ഞൊരു ജീവിതമായി അത് മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ക്യാരിസം, അതിൻ്റെ ഒരു അർത്ഥം ഇപ്പോഴും സജീവമാണ്, അത് പൂർണ്ണമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ആയിരങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നതനുസരിച്ചാണ് അത് പൂർണ്ണമാകുന്നത്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ പ്രഘോഷിക്കുന്നതും ഇന്നത്തെ ഈ ഒരു കാലത്തിന് ഏറ്റവും ചേർന്ന ഒരു സുവിശേഷമാണ്. അപ്പം ഇനി സിസ്റ്റർ ആശയുടെ കുടുംബം എന്താണ്, ആരൊക്കെയാണ്, എങ്ങനെയാണ് ഈ ദൈവവിളിയിലേക്ക് വന്നത്, ദൈവവിളി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഈ ഉത്ഥാനത്തെ പ്രഘോഷിക്കുവാനായി എത്രയോ സന്യാസത്തിന് ഈ സഭകൾ ചുറ്റുപാടുമുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു 12 വർഷത്തെ ഈ ഒരു ജീവിതാനുഭവം വലിയ റിച്ച് ആയിട്ടുള്ള അനുഭവമാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ദൈവവിളിയെ ഒക്കെ വിശദീകരിക്കുക? എന്റെ വീട് ഇപ്പൊ 12-ാം മൈലിലാണ്, പാല രൂപതയിലെ മീനച്ചിൽ ഇടവകയാണ്. എന്റെ വീട്ടിലെ പപ്പ, അമ്മ, ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ദൈവവിളിയുടെ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവവിളി കിട്ടാൻ കാരണമായത് തന്നെ എൻ്റെ പേരൻസ് ആണ്, എൻ്റെ പപ്പായും അമ്മയും. അവരുടെ ലൈഫാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. അവര് തന്നിട്ടുള്ള ഒരു വലിയ റിച്ച് ഫാമിലിയിലൊന്നുമല്ല ജനിച്ചു വളർന്ന സാധാ ഒരു ഫാമിലിയിലാണ്. എൻ്റെ പപ്പായും അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവര് മുറുകെ പിടിച്ച രണ്ട് കാര്യങ്ങള്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക, മറ്റൊന്ന് കുടുംബ പ്രാർത്ഥന. അത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ പപ്പ ആ ഒരു കാര്യത്തിൽ. എത്ര ലേറ്റ് ആണെങ്കിലും, എത്ര ഉറക്കം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുരിശുവര ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. കുരിശുവരയ്ക്കുന്ന ഇടയ്ക്ക് നിന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പയുടെ 5 വിരലും ഞങ്ങളുടെ ദേഹത്ത് വീഴും. അതുപോലെയായിരുന്നു. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഈ പരിശുദ്ധ കുർബാനയും. സാധാരണ അമ്മയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധിക്കുന്നത്. രണ്ടുപേരും ഉണ്ടായിരുന്നു. ഉണ്ട്, രണ്ടുപേരും. പപ്പായും അമ്മയും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അക്കാര്യത്തില്. അപ്പൊ ആ ഒരു മാതൃകയാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും അറിയാം. പരിശുദ്ധ കുർബാനയെ കുറിച്ചും മറ്റു പ്രാർത്ഥനകളെ കുറിച്ചുള്ള ആ ഒരു കോൺസെപ്റ്റ് എൻ്റെ പപ്പായും അമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവരുടെ ആ ഒരു പ്രാർത്ഥന ഇന്നും എനിക്ക് വലിയൊരു ബലമാണ് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ. സിസ്റ്റർ നല്ലൊരു പാട്ടുകാരിയായി ഇന്ന് അറിയപ്പെടുന്ന ഒരാളാണ് അല്ലേ? അപ്പം എന്നാണ് പാട്ടിലേക്കുള്ള ഒരു ചുവടുവയ്പ് നടത്തിയത്? ഏതായിരുന്നു പാടിയ പാട്ട്? പാട്ട് ചെറുപ്പം തൊട്ട് അങ്ങനെ പാടുന്ന ആളല്ലായിരുന്നു ഞാന്. പാട്ട് പാടാനുള്ള അവസരങ്ങളിൽ നിന്ന് ഓടി മറയുന്ന ആളായിരുന്നു ഞാന്. ഭയങ്കര പേടിയായിരുന്നു, പാട്ടൊന്നും ഒട്ടുമില്ലായിരുന്നു പാട്ട്. പക്ഷെ ശരിക്കും മടുത്ത് ചേർന്നതിന് ശേഷമാണ് ഞാൻ പാടാൻ പഠിച്ചത് തന്നെ. അപ്പോൾ ഒരു നോഷറ്റ് കഴിഞ്ഞ് ഉടുപ്പിട്ട് കഴിഞ്ഞിട്ടാണ്, അങ്ങനെ പറയാം, ഉടുപ്പിട്ടതിന് ശേഷമാണ് വൃത്തിയായിട്ട് ഒരു കരോക്കെ ഒക്കെ ഇട്ട് ട്രാക്കൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പാടാൻ ഞാൻ ശരിക്കും പഠിച്ചത്, ധൈര്യത്തോടു കൂടി. മഠത്തിലെത്തി കഴിയുമ്പം ആരും പാടിപ്പോകും എന്നാണ്. അങ്ങനെയല്ല, എന്തോ ഒരു ഈശോയുടെ ഒരു കൃപ എനിക്കന്നേരം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മള് സെമിനാരിയിൽ വരുമ്പോഴും സന്യാസത്തിലേക്ക് വരുമ്പോഴും ഒക്കെ നമ്മളുടെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അതിനൊരു വളരാനുള്ള ഒരു അവസരം ലഭിക്കില്ല എന്നൊക്കെയുള്ള പരാതികൾ പലപ്പോഴും പലരിൽ നിന്നും ആയിട്ടൊക്കെ കേൾക്കാറുണ്ട്, പുറത്തു പോയവരിൽ നിന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, സന്യാസ സമൂഹങ്ങളും വൈദിക സമൂഹങ്ങളുമൊക്കെ എല്ലാ വ്യക്തികൾക്കും ദൈവം നൽകിയ കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് വളർത്താനായിട്ടുള്ള അവസരവും സഭയിൽ ലഭിക്കും എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ സിസ്റ്റർ സഭയിൽ വരുന്നതിന് മുമ്പ് വരെ പാടാനായിട്ടുള്ള ഒരു നീഡ് ഉണ്ടായിരുന്നില്ല സിസ്റ്ററിന്. പക്ഷെ തമ്പുരാൻ ഈ കഴിവ് തന്നിട്ടുണ്ടായിരുന്നു. തമ്പുരാന്റെ നാമം സ്തുതിക്കപ്പെടാനായിട്ട് ഇങ്ങനെ ഈ സിസ്റ്ററിലൂടെ തമ്പുരാന്റെ ഒരു ആവശ്യമായിരുന്നു, തമ്പുരാന്റെ നാമം മഹത്വപ്പെടുത്താൻ. അതിന് വിട്ടുകൊടുത്തപ്പോൾ സഭയുടെ അന്തരീക്ഷം അനുയോജ്യമായി മാറി അല്ലേ? അപ്പോൾ അങ്ങനെ ഏത് പാട്ടുകളൊക്കെയാണ് സഭയിൽ പാടി തുടങ്ങിയപ്പോൾ നമ്മുടെ സഭാ അംഗങ്ങളുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? സഭാംഗങ്ങൾ എന്നെ അതായത് എന്റെ സുപ്പീരിയേഴ്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അവരുണ്ടായിരുന്നോണ്ടാണ് എനിക്ക് ഇത്രയും വളരാൻ പറ്റിയത്. ബാക്കി എല്ലാവരും തന്നെ, സുപ്പീരിയേഴ്സും ബാക്കി എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സും ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരു പാട്ട് പാടി, ഇഷ്ടം എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത്. അതിലൂടെയാണ് എന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞത്. ആ പാട്ടിന്റെ ഒരു കമന്റ് ഇങ്ങനെ കണ്ടതാണ്. അതിൽ ആരോ ഇട്ടിരുന്ന കമന്റാ, ഈ സിസ്റ്ററിന് എന്തിനാ മടുത്ത് ചേർന്നത്, ഇത് പുറത്തു പോയി ഒരു സംഗീത കോളേജിൽ പോയി പാട്ട് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പാടി വലിയൊരു ഗായികയാകാൻ മേലായിരുന്നു. ഇങ്ങനെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്.
എന്തുകൊണ്ടോ ആ വ്യക്തി അങ്ങനെ ഇട്ടു. അദ്ദേഹം സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്നാണ് നമ്മൾ ഇനിയും അതുപോലെ പാടുന്നതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അതായത് പുള്ളിയെ വിട്ടേക്കാം. വളരെ ഇംഗ്ലീഷിലൊക്കെയാണ് വാട്ടർ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ സംഗീതം പഠിച്ച ആയിരിക്കും ഒരു പക്ഷെ. അപ്പൊ ഞാനപ്പോ ഓർക്കാണ്, ഞാൻ ഇത്രയെങ്കിലും പാടാൻ പഠിച്ച എന്റെ സന്യാസ സമൂഹത്തിൽ വന്നത് പിന്നെയാണ്. ഇപ്പൊ എന്റെ വീട്ടിലൊരു മ്യൂസിക് ട്രഡീഷൻ ഉള്ളതാണ്. പപ്പായി അമ്മ നന്നായിട്ട് പാടുന്ന. അപ്പൊ ഞാനിപ്പോ ഓർക്കും, ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈശോ ഇത്രയും പാടാനുള്ള കഴിവ് തരാം. അവർ രണ്ട് പപ്പയും മമ്മിയും നന്നായിട്ട് പാടുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആശ ചെറുപ്പത്തിൽ പാടാതിരുന്നത്? എന്തുകൊണ്ട്, അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടാണ് പാടാൻ പറ്റാൻ. ഞാൻ പള്ളിയിലൊന്നും പാടുകയില്ലായിരുന്നു. പള്ളിയിൽ പാടും, പക്ഷെ ആരും ഇല്ലാത്തപ്പോ, ആരും മെയിൻ പാട്ടുകാർ വരാത്തപ്പം ഇങ്ങനെ കാലൊക്കെ വാച്ച് ഞാൻ നിന്ന് പാടുമായിരുന്നു. ആരും പാട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. നല്ലതാന്ന് എന്നോട് സിസ്റ്റേഴ്സ് ഒക്കെ പറയുമായിരുന്നു, നല്ല പാട്ടാണ്, നിന്റെ പാട്ട് നല്ലതാണ്, കയറി പാടെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് എന്നെ പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ ഞാനത് റിയലൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ആശ്രമത്തിലേക്ക് വന്നതിന് ശേഷമാണ് ആ ഒരു ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന, അന്ന് ഞാൻ വലിയൊരു പാട്ടുകാരി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സിസ്റ്റർ ആവില്ല. അപ്പം ഈശോയ്ക്ക് ഈ സന്യാസ സമൂഹത്തിൽ വന്ന് ഈ ഒരു ഉടുപ്പിൽ നിന്ന് പാടുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി പാടുമെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അന്ന് ഞാൻ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി പാടാൻ വേണ്ടിയാണ് അന്ന് എന്നെ ഒരു പാട്ടുകാരി ആക്കാഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഇഷ്ടമെന്ന് രണ്ടുപേരും ഒന്ന് പാടിയാൽ രണ്ടാക്കണ്ട, 4 പഠിച്ചു പോരട്ടെ. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. നഷ്ടമേതുമില്ലെനിക്ക് ജീവിതാന്തസിൽ, ശിഷ്ടജീവിതായുസ്സിന്നിതു ജന്മ സാഫല്യം. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. നല്ല വോക്കലാണ് കേട്ടോ. ഡിസാസ്റ്റർ എന്ന് പറയാനൊന്നുമില്ല, അത്രയൊന്നും പറയാനില്ല. പാട്ട് മുഴുവൻ കേട്ട് കാണും. ആരെ എഴുതിയത്? മനോഹരമായിരിക്കണല്ലോ. ഇത് എഴുതിയത് ഫാദർ തോമസ് പാട്ടത്തിൽച്ചിറ, CMF ആണ്. മ്യൂസിക് ഫാദർ റോബിൻ മുതുമരത്തിലച്ഛൻ. അവർ രണ്ടുപേരുമാണ് എന്നെ ആദ്യമായിട്ട് ഒരു പാട്ട് പാടിക്കുന്നത്. ഉദ്യമത്തിലേക്ക് അച്ഛന്റെ കുറെ പാട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. ഒത്തിരി നല്ല പാട്ട് എഴുത്തുകാരനാണ്. ഒരുപാട് മ്യൂസിക്കും ധാരാളം വന്നിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. അവർ രണ്ടും ഒരുപാട്. രണ്ടുപേരും CMF ആണോ? രണ്ടുപേരും CMF. നല്ല CMF സന്യാസ സഭയ്ക്ക് വലിയ രണ്ടച്ഛന്മാർക്കും നമ്മുടെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇഷ്ടമായിരിക്കുന്നു, ഇഷ്ടമാണ് സന്യാസ ജീവിതം. മാത്രമല്ല അച്ഛന്മാരുടെ പാട്ടും രചനയും നല്ല സംഗീതവും. ഇനിയും ധാരാളം പാട്ടുകൾ ഉണ്ടാവട്ടെ. തോമസ് അച്ഛനും റോബിൻ അച്ഛനാണെങ്കിലും അവർ ചെയ്ത 3-4 പാട്ട് ഞാൻ പാടി. ഒരു പ്രത്യേക ലിറിക്സ് ആണ് എനിക്ക്. തോമസ് അച്ഛൻ്റെ ആ ലിറിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇഷ്ടമാണ് എനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാ, ഒരു ഷാ കുട്ടി തന്നെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. പിന്നെ ഉള്ളത് ഈശോയുടെ മാത്രം സ്വന്തമായിടാൻ ആശയാണ് എന്നുള്ളിൽ എന്നും. ഷാകൂട്ടി ആശയുണ്ട്. അങ്ങയുടെ പേരും കൂടി കൂട്ടി വെച്ചു. എന്റെ പേര് ചേർത്തിട്ടുണ്ട് അച്ഛൻ. ഈശോയുടെ മാത്രം സ്വന്തമായിടാൻ ആശയാണെന്നുള്ളിലെന്നും. ഈശോയുടെ മാത്രം സ്വന്തമായിടാൻ ആശയാണെന്നുള്ളിലെന്നും. ക്രൂശോടനു നിമിഷം ചേർന്നിരുന്നിടാൻ ലേശവും വിഷമമില്ലെന്നിൽ. ക്രൂശോടനു നിമിഷം ചേർന്നിരുന്നിടാൻ ലേശവും വിഷമമില്ലെന്നിൽ. ലേശവും വിഷമമില്ലെന്നിൽ. ഈശോയുടെ മാത്രം സ്വന്തമായിടാൻ ആശയാണെന്നുള്ളിലെന്നും.
അവരെടുപ്പ് നല്ല ഭംഗിയാണ് അല്ലേ? നല്ല നല്ല മ്യൂസിക്കാണ്. കൺഗ്രാജുലേഷൻ. മറ്റൊരു പാട്ടുണ്ടല്ലോ, സഭയോട് ബന്ധപ്പെട്ടൊരു പാട്ടില്ലേ? അതെ, സഭയോടൊത്തുന്ന അതും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. അതെ അതെ അതെ. ഒന്ന് പാടാമോ? സഭയോടൊത്തിന്നും സഞ്ചരിക്കാം, സഹനങ്ങളിലും സന്തോഷങ്ങളിലും സത്യവിശ്വാസത്തിൽ സംഘടിക്കാം, സദ്വാർത്ത എന്നും പ്രഘോഷിച്ചിടാം, സഭയോടൊത്തിന്നും സഞ്ചരിക്കാം. ഒരു ആഹ്വാനം അല്ലേ? നന്നായിരിക്കുന്നു. നല്ല പാട്ടാണ്. ഇത് സായിലാണല്ല അങ്ങനെയാണ്, കംപ്ലീറ്റ് സായാണ്. സായാണ്. വെരി ഗുഡ്. നിങ്ങളുടെ സഭയുടെ വ്യത്യസ്തമായ മേഖലകളിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം കേരളത്തിന് പുറത്തും ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരുടെ ഇത് മാത്രമാണ്, വേറെ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ധാരാളം പേര് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. MR സ്കൂളുണ്ട്, പിന്നെ വില്ലേജ് നഴ്സുമാരും ഒക്കെ ഉണ്ട്. അവിടെ ഡിസ്പെൻസറി, ഇപ്പൊ മേഘാലയ പ്രദേശങ്ങളിലാണെങ്കിൽ ഡിസ്പെൻസറീസ് ഉണ്ട്. അവിടെ എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി? മേഘാലയയിൽ ഇതുപോലെ തന്നെ ഈ ഡിസ്പെൻസറീസ്, അവിടെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ, വില്ലേജ് ഏരിയാസ് ആണ് കൂടുതലായിട്ട്. അപ്പം അവിടെ ഉള്ളവർക്ക് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആവശ്യങ്ങളൊക്കെ കൂടുതലും അവർക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ഒരു പ്രകാശപൂർണമായ പ്രതിഫലനമാണ് നിങ്ങളുടെ കോൺഗ്രിഗേഷന്റെ സിദ്ധിയും ക്യാരിസ്മം എന്നൊക്കെ നമ്മൾ സംസാരിക്കുക. അതെ അതെ. അപ്പം അതിനെ ഫോക്കസ് ചെയ്ത് ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതെങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഏത് മേഖല, എനിക്ക് തോന്നുന്നു ഏത് മേഖലയാണെങ്കിലും, ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും വില്ലേജ് വിസിറ്റ് നടത്തുന്നവരാണെങ്കിലും MR സ്കൂളാണെങ്കിലും, ഇവര് ഈ വ്യക്തികളുമായിട്ട് അടുത്തിടപഴകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഈശോയുടെ ഈ ഒരു ഉത്ഥാന അനുഭവം അവർക്ക് വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒരുപാട് അടുത്ത ബന്ധം പുലർത്തുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം യുവജനങ്ങളാണെങ്കിൽ പോലും പ്രാർത്ഥനയിലേക്ക് കൂടുതൽ വരാനും പരിശുദ്ധ കുർബാനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനൊക്കെ, ഇപ്പൊ ഈവൻ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മേഖലയിൽ പോലും ഇപ്പൊ നമ്മളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ സ്നേഹത്തിലൂടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും സ്നേഹത്തിലൂടെയാണെന്ന് തോന്നുന്നു, കുഞ്ഞുങ്ങളോടുള്ള ഒരു അടുപ്പത്തിലൂടെ അവര് ഒത്തിരി ഈശോയിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ യുവജനങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്. ഈ സിസ്റ്റേഴ്സിന്റെ ഞാനായിരുന്ന ഇടവകയിലാണെങ്കിൽ പോലും പല ഇടവകളിൽ, ആലപ്പുഴ പോലുള്ള ഇടവകളിലൊക്കെ യുവജനങ്ങൾ ഒത്തിരി കുർബാനയിൽ പങ്കുകൊള്ളാതെ നടന്നിരുന്ന കുഞ്ഞുങ്ങൾ പോലും പിന്നീട് സിസ്റ്റേഴ്സിന്റെ ഈ ഒരു സമീപനത്തിലൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ നല്ല ആക്റ്റീവായിട്ട് ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈശോയുടെ ഉത്ഥാന അനുഭവമാണ്, അവർക്കത് മനസ്സിലാകുന്നുണ്ട്, ഈശോയുടെ സ്നേഹം അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. നിങ്ങളുടെ സന്യാസ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് ഈ ഒരു ഉത്ഥാന അനുഭവം എങ്ങനെയാണ് സിസ്റ്റർ അനുഭവിക്കാൻ കഴിയുന്നത്? സന്യാസം എന്ന ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ട് 12 വർഷമേ ആയുള്ളൂ. തുലോം തുച്ഛം. ഇനിയും ധാരാളം വർഷങ്ങൾ ഇനിയും കിടക്കുകയാണ്, ഒത്തിരി ഓടാൻ കിടക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിന്റെ ഒരു സന്യാസ കൂട്ടായ്മ, DST സന്യാസ കൂട്ടായ്മയുടെ ഒരു അനുഭവം എന്താണ്? DST സന്യാസ കൂട്ടായ്മയാണ് എൻ്റെ ഒരു നിലനിൽപ്പിന്റെ തന്നെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒത്തിരി ചിരിക്കുന്ന ഒരു വേദി എൻ്റെ സമൂഹമാണ്. ഞാൻ മടത്ത് ചേർന്നപ്പിനെയാണ് ഇത്രയധികം ചിരിക്കാനെങ്കിലും പഠിച്ചത്, അങ്ങനെ തന്നെ പറയാം. കാരണം ഞങ്ങളുടെ ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പം ഒരുപാട് ഒച്ചിരിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ചിരിക്കുന്ന, ഇങ്ങനെ അതൊന്നും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതിലല്ല ഞാൻ വളർന്നത്. നിങ്ങളുടെ കാലഘട്ടം എത്ര നാളുകൾക്ക് മുമ്പാണ്? അങ്ങനെയല്ല, അങ്ങനെയല്ല, അവരുടെ കുടുംബ പശ്ചാത്തലവും നാടൊക്കെ അല്ലേ. ഇപ്പൊ എന്റെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ഞാൻ വീട്ടിലെ ഇങ്ങനെ ഉറക്ക പാട്ട് പാടുമ്പോ പറയും, പെൺകുട്ടികൾ അങ്ങനെ പാട്ട് പാടാൻ പാടില്ല, ഒത്തിരി ഉറക്ക പാടരുത്, അത് മോശമാണ് എന്നൊക്കെ എന്നോട് പറയും. സന്യാസത്തിൽ വന്നപ്പോഴാണ് ഉറക്കപ്പാട്ട് പാടാം എന്ന് മനസ്സിലായത്. എന്റെ ഗ്രാൻഡ് പേരൻസ് അങ്ങനെ, എന്റെ പപ്പായും അമ്മ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഗ്രാൻഡ് പേരൻസ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അവരിങ്ങനെ പറയുമായിരുന്നു, പെൺകുട്ടികൾ അടക്കം ഇതൊക്കെ ആയിട്ട് ജീവിക്കണം, ഒത്തിരി അതെ. അപ്പം എന്റെ സമൂഹം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഫ്രീഡം തരുന്ന ഒരു സമൂഹമാണ്.
എൻ്റെ ജണ്ടാളമ്മയാണെങ്കിലും ബ്രോൻഷാളമ്മയാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ റിക്രിയേഷനൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് ഈ പറയുന്നത്. പ്രൊവിൻഷ്യലമ്മയുടെ പേരെന്താണ്? സിസ്റ്റർ ആഗ്നറ്റ്. ആഗ്നറ്റ് അല്ലേ? ആഗ്നറ്റ്, ആ. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻഷ്യലാണ്. അതെ അതെ, ഈ വർഷം പുതിയതായിട്ട് തെരഞ്ഞെടുക്കുക സിസ്റ്റർ. നാളുകൾക്ക് ഞങ്ങൾ ഉടുപ്പിട്ടപ്പോൾ സിസ്റ്റർ ജനറാളമ്മയായിരുന്നു. ഞങ്ങൾക്ക് ഉടുപ്പ് തന്ന സിസ്റ്ററാണ്. ഇപ്പൊ സിസ്റ്റർ പ്രൊവിൻഷ്യലായി, രണ്ടു വട്ടം പ്രൊവിൻഷ്യലായി. വളരെ ശക്തമായിട്ടുള്ള ഒരു സിസ്റ്ററാണ്. ലീഡർഷിപ്പാണ്. അതെ അതെ, വളരെ എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു സിസ്റ്ററാണ് നിങ്ങളുടെ പ്രൊവിൻഷ്യലമ്മ. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സന്യാസിനി സഭ, ആ ഉത്ഥാനത്തിന്റെ ജീവിതം പ്രഘോഷിക്കുന്നു എന്നുള്ളത് ക്യാരിസമായി സ്വീകരിച്ച ഒരു സന്യാസിനി സഭയെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ഉത്ഥാനം ലോകത്തോട്, പ്രത്യേകിച്ച് ഇതര മതസ്ഥരോട് പറയുവാനായിട്ടുള്ള ഒരു പുതിയ സംവിധാനം നിങ്ങളുടെ സഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ചൈതന്യപൂർണ്ണമാക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ തോമാസ് ലീഹ ചെയ്തതും അത് തന്നെയാണ്. റോബി അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് മാത്രം ഈശോയുടെ ഉത്ഥാനത്തെ പറ്റി പ്രഘോഷിക്കുകയല്ല. അദ്ദേഹം ഈശോയുടെ അരികിൽ നിന്ന്, ഈശോയുടെ തിരുവിലാവിൽ നിന്ന് വിരൽ തൊട്ടടുത്ത വിശ്വാസവുമായി പേർഷ്യയിലെ എഡേസയിലൂടെ നമ്മുടെ ഭാരതത്തിലേക്ക് വന്ന് ഇവിടെ വന്ന് ഈശോയെ അറിയാത്തവരുടെ മുമ്പിൽ ഈശോയുടെ ഉത്ഥാനത്തിന്റെ പ്രഘോഷകനായി മാറിയ ആളാണ് തോമാസ് ലീഹ. ഈശോയെ അറിയാത്തവരോട് മാത്രമാണ് പ്രഘോഷിച്ചത്. അതെ, ഈശോയെ അറിയാത്തവരോടൊപ്പം മാത്രം. അതെ, അപ്പോൾ ആ ഒരു ചൈതന്യം ഏറ്റുവാങ്ങിയ ഒരു നല്ല സന്യാസ സമൂഹത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ തീർച്ചയായും സിസ്റ്റർ ആശയോടൊപ്പം സിസ്റ്റർ ആശയുടെ സന്യാസ സമൂഹവും DST എന്ന സന്യാസ സമൂഹവും ഈശോയുടെ തിരുവുത്ഥാനത്തിന്റെ പ്രത്യാശ പങ്കുവയ്ക്കുന്ന ഒരു ജീവിത സാക്ഷ്യം ഈ കേരളത്തിലും ഭാരതം മുഴുവനിലും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ലഭിക്കുന്ന ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും നിർവഹിക്കുവാൻ ഇനിയും കഴിയട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഒപ്പം സിസ്റ്ററിന്റെ സംഗീത ശുശ്രൂഷ, അതെ, സംഗീത സബരിയ ഇനിയും തുടരട്ടെ. ലോകം മുഴുവൻ ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ സിസ്റ്റർ ആശയ്ക്ക് കഴിയട്ടെ. ആ നല്ല പ്രചോദനം നൽകിയ മാതാപിതാക്കളെയും ഒപ്പം സഭാംഗങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സംതൃപ്തമായ മറ്റൊരു സന്യാസ ജീവിത സാക്ഷ്യവുമായി നമുക്ക് വീണ്ടും ഇതേ വേദിയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.